ദുബായ് കേന്ദ്രീകരിച്ച് നടക്കുന്ന സെക്സ് പാർട്ടികളുടെ ഞെട്ടിക്കുന്ന വാർത്തയാണ് BBC ഇന്ന് പുറത്തുവിട്ടത്. ദുബായ് കേന്ദ്രീകരിച്ച് നടക്കുന്ന സെക്സ് റാക്കറ്റിന് പിന്നിലെ പ്രധാന കണ്ണിയെയാണ് ഇന്ന് പുറത്തു കൊണ്ടുവന്നത്. ഒപ്പം പാർട്ടികളിൽ നടക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമായ ലൈംഗിക വൈകൃതങ്ങളും പുറം ലോകം അറിഞ്ഞു. ടിക്ടോക്ക് വീഡിയോകളിൽ ഒരു കാലത്ത് കുപ്രസിദ്ധി നേടിയ ഒന്നായിരുന്നു ദുബായ് പോർട്ടാ പോട്ടി എന്ന ഹാഷ്ടാഗിൽ വന്ന വീഡിയോ. കറുത്ത വംശജയായ ഒരു പെൺകുട്ടി അതിഹീനവും അസ്വസ്ഥപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമായ ലൈംഗിക വൈകൃതങ്ങളിൽ ഏർപ്പെടുന്ന ദൃശ്യമായിരുന്നു അത്. എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഇങ്ങനെ ചെയ്തത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അന്ന് ഉയർന്നെങ്കിലും ആരാണിതിന് പിന്നിലെന്ന് കണ്ടെത്താൻ നാളിതുവരെ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചില്ല. അന്ന് പ്രചരിച്ച ദൃശ്യങ്ങളിലുള്ള പെൺകുട്ടിയെ പിന്നീട് ബഹുനില കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. പെൺകുട്ടിയുടെ മരണത്തിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം ഉണ്ടായില്ല. ആത്മഹത്യയാണെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. അങ്ങനെ കുപ്രസിദ്ധി ആർജിച്ച ദുബായ് പോർട്ടാ പോട്ടിയെക്കുറിച്ച് അന്വേഷിച്ച BBC സംഘത്തിന് ഏറെ പരിശ്രമിക്കേണ്ടി വന്നു ഈ സെക്സ് റാക്കറ്റിലെ പ്രധാന കണ്ണിയുടെ അടുത്തെത്താൻ. ചാൾസ് മെഫ്സിഗ എന്ന വ്യക്തിയാണ് ദുബായിലെ പല പ്രമുഖ സെക്സ് പാർട്ടികളിലേക്ക് പെൺകുട്ടികളെ എത്തിക്കുന്നത്. ഏകദേശം 25ഓളം പെൺകുട്ടികളാണ് ഇയാളോടൊപ്പമുള്ളത്. ഇവരെ ആവശ്യാനുസരണം പാർട്ടികളിൽ എത്തിക്കും. ചാൾസിനോട് ചോദിച്ചപ്പോൾ എന്തും ചെയ്യാൻ തയ്യാറായവരാണ് പെൺകുട്ടികളെന്നായിരുന്നു മറുപടി. ദുബായ് പോർട്ടാ പോട്ടിക്കും തയ്യാറാണോ എന്ന റിപ്പോർട്ടറുടെ ചോദ്യത്തിന് എന്തിനും തയ്യാറാണെന്നായിരുന്നു ചാൾസ് നൽകിയ മറുപടി. I've told you, they are open-minded. When I say open-minded, and I will send you the craziest I have. And really you will enjoy how this one. Yeah? ഉഗാണ്ടയിൽ നിന്ന് ദുബായിൽ സൂപ്പർ മാർക്കറ്റുകളിലടക്കം ജോലി വാഗ്ദാനം ചെയ്താണ് പെൺകുട്ടികളെ ചാൾസ് എത്തിക്കുന്നത്. എന്നിട്ട് ഏകദേശം 50ഓളം പെൺകുട്ടികളെ ഒറ്റ ഫ്ളാറ്റിലായി താമസിപ്പിക്കും. പ്രമുഖരടക്കം പങ്കെടുക്കുന്ന പാർട്ടികളിൽ വിനോദത്തിനായി ഇവരെ എത്തിക്കും. ഏറ്റവും കുറഞ്ഞ നിരക്ക് $1000 ആണ്. ഇതിന്റെ നിരക്ക് അവരേർപ്പെടുന്ന ലൈംഗിക പ്രവർത്തികൾക്കനുസരിച്ച് വർദ്ധിക്കും. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ചാൾസിനെ സമീപിക്കാറുണ്ട്. ഇതിന് കാരണം ചാൾസിന്റെ ലണ്ടൻ ബന്ധമാണ്. ഒരു കാലത്ത് ഇംഗ്ലണ്ടിൽ ബസ് ഡ്രൈവറായി ചാൾസ് പ്രവർത്തിച്ചിട്ടുണ്ട്. ടിക്ടോക്ക് വീഡിയോയിൽ വന്ന പെൺകുട്ടിയും ഉഗാണ്ടൻ വംശജയായിരുന്നു. സമാന രീതിയിലാണ് അവളെയും ദുബായിൽ എത്തിച്ചതെന്നാണ് നിഗമനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.